ഗിരി, അല്ല എന്റെ ഗിരിയെ, ഇതെങ്ങോട്ടായി പറപ്പിച്ചു പോകുന്നേ? തനിക്ക് ഈ നാട് വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? നാട് വിടണം. 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ സ്ഥലം വിടും. എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ. അതേടാ മോനെ, സഞ്ജയ് എനിക്ക് തരാനുള്ളതൊക്കെ തന്നു. പക്ഷേ അതിൽ കുറച്ചുകൂടെ ബാക്കി തരാനുണ്ട്. അത് തന്നു തീർക്കുന്നവരെ അവൻ്റെ കാറ് ഞാനിങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞു. പാവം, അവൻ എന്തു ചെയ്യാനാ? പണ്ട് അവരുടെ കമ്പനിയിൽ നിന്ന് പലിശയ്ക്ക് കാശ് മേടിച്ചതിന് എൻ്റെ വീട്ടിൽ കയറി വന്ന് ഇതുപോലെ തന്നെ എന്നെ അപമാനിച്ച് എൻ്റെ ടാക്സി അവന്മാരെടുത്തോണ്ട് പോയതാ. ഇപ്പോൾ സമയം എനിക്ക് അനുകൂലമായതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ വണ്ടി പിടിച്ചെടുക്കാനുള്ള അവസരം കിട്ടി. അന്ന് വണ്ടി പിടിച്ചെടുക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. അതിന് എടോ, കാശ് കടം വാങ്ങുകയാണെങ്കിൽ അത് തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ചിലപ്പം വണ്ടി പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ ഇരിക്കും. തന്നോടും കുടുംബത്തോടും സഹതാപം തോന്നിയതുകൊണ്ട് മാത്രമാ ആ കേസ് തന്നോട് ഏറ്റെടുക്കാൻ ഞാൻ പറഞ്ഞത്. അതോടെ തന്റെ കുടുംബം രക്ഷപ്പെട്ടില്ലേ? അതിന്റെ നന്ദി താൻ എങ്ങനെയാ കാണിക്കുന്നത്? എന്നെ ഭീഷണിപ്പെടുത്തിട്ടോ? നിന്നെ ഭീഷണിപ്പെടുന്ന പരിപാടി ഞാൻ നിർത്തിക്കിരിയേ. കാരണം അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലല്ലോ. ഗോപാൽജിയുടെ എത്രയും കാശ് നിന്റെ കയ്യിലുണ്ടോ? ഇപ്പൊ ഞാൻ അവരുമായി നേരിട്ടല്ലേ ഇടപാട് നടത്തുന്നത്. അപ്പൊ നിന്നെ പോലെയുള്ളൊരു ഇടനിലക്കാരനെ ഒഴിവാക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നീ എൻ്റെ ജീവിതത്തിലേക്ക് ഭാഗ്യവുമായിട്ടാണ് കയറി വന്നത്. നിന്നെ കണ്ടുമുട്ടിയതിന് ശേഷം എനിക്ക് വെച്ചടി കയറ്റമായിരുന്നു. അതെ, എനിക്ക് ആവശ്യമുള്ള കാശ് കിട്ടിയ സ്ഥിതിക്ക് മഞ്ജുവിൻ്റെ മുന്നിൽ പെടാതെ ഞാൻ നോക്കിക്കോളാം. ഇനി അവളെന്നെ കണ്ടുപിടിച്ചാലും നിന്റെ പേര് ഞാൻ പറയില്ല ഗിരിയെ. അതുപോലെ ആ, ഒരു നന്ദി വാക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പോട്ടെ, നീ നല്ലൊരു കളിക്കാരനാണെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ആ നന്ദി ഞാനങ്ങ് വരവ് വെച്ചിരിക്കുന്നു. എന്നാ ശരി, പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഓക്കെ. നമുക്കിനിയും കാണണം മോനെ. കാണും. ഓക്കെ.